നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര പ്രയാസമായിരിക്കുന്ന പോലെ എനിക്കും ഭയങ്കര പ്രയാസമാണ്. ഈ ധ്യാനത്തിൻ്റെ എന്തോ ഒരു പ്രത്യേകത അതാണ്. ആദ്യത്തെ ദിവസം ഒന്ന് കടന്നു കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങണം. ഇപ്പം നമ്മുടെ ഈ ധ്യാനത്തിന് മറ്റുള്ള ധ്യാനങ്ങളുടെ മാതിരി പാപം, പശ്ചാത്താപം ഇങ്ങനെയുള്ള ഒരു മണിക്കൂർ ഇങ്ങനത്തെ ക്ലാസ് അല്ല. ഇതൊരു ആത്മാവിങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും അനുസരിച്ച് എന്നെ ഇങ്ങനെ നയിക്കുകയാണ്. കഴിഞ്ഞ ധ്യാനം പോലെ ആയിരിക്കില്ല ഈ ധ്യാനം. ഇപ്പോൾ നിങ്ങൾ കുറേ ധ്യാനം കൂടിയിട്ടുള്ളതാണ്. ഓരോ ധ്യാനത്തിലും വരുമ്പോൾ പുതിയ ഒരു ഡെവലപ്മെൻറ്റുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സാധാരണ ധ്യാനം കൂടെ കൂടി പരിചയമുള്ളവർ ഈ സാറെന്താ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ലാണ്ട് പറയണേ. നമുക്ക് സബ്ജക്റ്റും പഠിക്കട്ടൊന്നുമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എങ്ങനെ തോന്നിക്കണം അത് പറയണം. അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ശരിക്കൊരു പസിൽ സോൾവ് ആവുന്ന മാതിരി സോൾവ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ വചന ശുശ്രൂഷയിലും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരുടെയെങ്കിലും ക്ലാസ് കേട്ടിട്ട് വരച്ച് കുറിച്ച് പഠിച്ചു കൊണ്ടുപോയ കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ആരിൽ നിന്ന് പഠിക്കണം? പരിശുദ്ധാത്മാവ് എന്താ പറയണേ? ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ പറയുന്നത്, ആത്മാവ് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങൾ പറയേണ്ടത്. ലൂക്ക 12-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം എന്താണ് പറയുന്നതെന്ന്, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അതിൻ്റെ ഒരു കറക്റ്റ് വർക്കിംഗ് നിങ്ങൾക്കിവിടെ കാണാം. ഞാനൊന്നും നാളെ അല്ലെങ്കിൽ ഇപ്പം അടുത്ത മിനിറ്റ് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുമെന്ന്. എല്ലാവരും ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞേ. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അത്രയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ വിശാലത നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് സഹകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഇപ്പം ഞാൻ ഈ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ 10 ദിവസത്തെ ക്ലാസ് എടുക്കുമ്പോഴും ഒരു കുറിപ്പ് കൊണ്ടുവരാറില്ല, ഒരു കുറിപ്പ് ഉണ്ടാക്കാറില്ല. കുറിപ്പുണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടാകാം, കുറിപ്പൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇവിടെ വന്നു കഴിയുമ്പോൾ കുറിപ്പിലെ കാര്യമൊന്നുമല്ല പറയണത്, ഇല്ലേ? ശരിയാണോ ഇല്ലയോ? നമ്മൾ കുറേ കുറിപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് 2 വാക്ക് പറയാൻ വേണ്ടി വരുമ്പോൾ വരണത് എന്താ? കുറിപ്പിൽ എഴുതിയേക്കണം, അവിടെ കിടക്കണം, വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാത്തത്. അതുകൊണ്ട് കുറിപ്പ് എഴുത്ത് നിർത്ത്. പരിശുദ്ധാത്മാവിനെ അങ്ങ് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് അങ്ങ് മാറണം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ ഉപകരണമായിട്ട് മാറുമ്പോൾ എല്ലാ വരദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നയിക്കലിലാണ് നടക്കേണ്ടത്. എല്ലാ വരദാനങ്ങളും. ഇപ്പോൾ നമ്മൾ എല്ലാവരോടും രോഗശാന്തി നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് പരിശുദ്ധാത്മാവ് അതിനെ നയിക്കുന്നത് നമ്മൾക്ക് കാണാം. ഈ അത്ഭുത വരദാനങ്ങൾ എന്തിനാണിത്? പ്രധാനമായിട്ട് ഇത് എല്ലാവരെയും സൗഖ്യപ്പെടുത്തി അവർക്ക് നല്ല ആരോഗ്യം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ആശുപത്രി മാതിരിയാണോ? അതല്ല ഇതിൻ്റെ ഉദ്ദേശം. ഇതിൻ്റെ ഉദ്ദേശം വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളതും കർത്താവായ യേശുവിൻ്റെ രക്ഷാകര അനുഭവത്തിൻ്റെ ഒരു അടയാളമാണത്. യേശു ക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന രക്ഷ, ആ രക്ഷയുടെ വിസ്മയനീയതയാണ് അതിൻ്റെ അടയാളം. ഇപ്പോൾ ഇനി പറയാൻ പോണ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. എന്നാൽ മനസ്സിലായാൽ നമുക്ക് പ്രയാസമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിൽ ഒരു വലിയ കണ്ടുപിടുത്തമാണത്.
ഇപ്പം നമ്മൾ സാവധാനം ഞാൻ സൂചിപ്പിച്ചു, ഫരിസേയ നീതിയും ദൈവനീതിയും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മളിൽ വരദാനങ്ങളുടെ പ്രവർത്തനത്തിനെ നമ്മളിൽ തടസ്സം എന്ന് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ വേറൊരു വാക്ക് എനിക്ക് അറിയാത്തതുകൊണ്ട് പറയണതാണ്. അതായത് ഏതാ വണ്ടി നമ്പർ? വെള്ള ഓൾട്ടോ കാർ ആരുടെ? ഇവിടെ ഉള്ളൊരു ആരുടെയാണോ? അല്ല, വെള്ള ഓൾട്ടോ. ഓക്കെ, ഞങ്ങൾ കാറുകാരൊന്നും അല്ല സാറേ, പാവപ്പെട്ട ആൾക്കാരാണ് ഇല്ലേ? എവിടെ നമ്മളായിരുന്നേ? ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് കാര്യം സാധിക്കും. ശ്രദ്ധിക്കണം, എല്ലാവരും ഒന്ന് കൈവീശിയേ. ഉറക്കം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം നമുക്കിന്ന് പാത്രം കഴിയില്ല, അടുക്കള ജോലി ചെയ്തില്ല, സൗഖ്യമായിട്ട് വെറുതെ കിട്ടിയ ഭക്ഷണമോ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ് ചേർത്തിമാര്. എന്തൊരു മധുരമായൊരു ചിന്തയാണില്ലേ? ഇല്ലേ? ഇന്ന് പാത്രം കഴുകേണ്ടി വന്നില്ല, അടുക്കള കയറേണ്ടി വന്നില്ല, അങ്ങനെ 3 ദിവസമുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനം, അതുകൊണ്ട് ഒരു ഉറക്കത്തിൻ്റെ എല്ലാ സൗകര്യവും ഉണ്ട്. അത് ഈ തോമസ് പോളിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം തേനിനേക്കാൾ മധുരമാണ്. അതൊക്കെ കേട്ടിരുന്നാൽ സുഖമായിട്ടുറങ്ങാം. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥ. ഇതിനകത്തുനിന്ന് നമ്മളൊരു വെല്ലുവിളിയോടെ ജയിച്ചെടുക്കണം. അതിന് എൻ്റെ ഒരു വിശ്വാസം, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കടക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവർ ഉറങ്ങുക. ശ്രദ്ധിക്കണേ, പറയാൻ പോണ കാര്യം, ഈ ഫരിസേയരിൽ ആരിലും വരദാനങ്ങൾ പ്രവർത്തിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. മാത്രമല്ല, അവർ കർത്താവ് വരദാനങ്ങൾ എടുത്ത് കുറച്ച് അത്ഭുതമൊക്കെ നടത്തണ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു തരത്തിലുള്ള അസൂയാണ് സത്യം പറയാൻ. എന്നിട്ട് ആ അസൂയക്ക് അങ്ങ് മുറുകിയിട്ട് അവർ എത്രത്തോളം അതിക്രമം പറഞ്ഞു എന്ന് ആലോചിച്ചേ. അവരെന്നാ പറഞ്ഞത്? ഇവൻ പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. ഇത്രയും നിയമജ്ഞരായ പണ്ഡിതരായ ഇവര്, ദൈവജനമായ ഇവരെന്താ പറഞ്ഞെന്ന് നോക്കി? പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഇവൻ പിശാച്. ഞാൻ വാസ്തവത്തിൽ നമ്മളൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് എങ്കിലും വീഡിയോ യൂട്യൂബിലൂടെയൊക്കെ എല്ലാവരും കാണാൻ പോകുന്ന കാര്യമാണെങ്കിലും നമ്മുടെ സഭയിൽ ഇങ്ങനെ വലിയ ഒരു ഫരിസേയ ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് വാസ്തവത്തിൽ കത്തോലിക്കരായ എല്ലാവരിലും വരദാനങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിലും അത് പ്രവർത്തനം ആകാത്തതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ വലിയൊരു ഫരിസേയനും ഉണ്ട്. ഇനിയിപ്പോൾ ആരെയൊന്നും നോക്കരുത് നിങ്ങൾ കേട്ടോ. എന്നാലും നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചുറ്റും ചെറിയ ഫരിസേയരും വലിയ ഫരിസേയരും ഒക്കെ ഉണ്ട് ഇല്ലേ? അങ്ങനെ ഒരു വലിയ ഫരിസേയനെ നമ്മളൊന്ന് നോക്കുമ്പോൾ, കത്തോലിക്കനാണ്, നോക്കുമ്പോൾ ഈ വരദാനങ്ങളോടൊക്കെ ഭയങ്കര വിരോധമുള്ളവരായിട്ട് നമുക്ക് കാണാം അവർ. എന്നാൽ വാസ്തവത്തിൽ അവർ വരദാനങ്ങളുള്ളവരാണ്. മാമോദിസ സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, ഒരു തിരുപ്പട്ടവും സ്വീകരിച്ച്, ഒരു കന്യാസ്ത്രീ പട്ടവും സ്വീകരിച്ച്, അവർ വലിയ അഭിഷിക്തരാണെങ്കിലും വരദാനമൊന്നും അവരിൽ പ്രവർത്തിക്കുന്നില്ല. ഇതവരെ കുറ്റം പറയാൻ വേണ്ടിയല്ല, ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സഭ ആദ്യം പത്രോസ് തന്നെ പണ്ടൊരു വരദാനം പ്രവർത്തിച്ചില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിൽ വലിയ വരദാനങ്ങൾ, പൗലോസിൽ
പണ്ട് പൗലോസ് ഒരു സാവൂളായിരുന്ന കാലത്ത് വല്ല വരവും പ്രവർത്തിച്ചോ? നിയമം അനുസരിച്ചില്ലെങ്കിൽ, ചോട്ടപ്പടി അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ വലിച്ചഴച്ച് ജയിലിലിടുമെന്നും പറഞ്ഞ് അറസ്റ്റ് വാറണ്ടുമായിട്ട് ഡമാസ്കസിലേക്ക് പോയ സാവൂള് കർത്താവ് ഈശോ മിശിഹായിൽ രൂപാന്തരപ്പെട്ട് പുതിയ സൃഷ്ടിയായി കഴിഞ്ഞതോടുകൂടി എന്താണ് വാസ്തവത്തിൽ ഈ പുതിയ സൃഷ്ടി ആയത്? അയാളിലുള്ള ഫരിസേയനാണ് മാറിയത്. അയാളിലുള്ള ആ ഫരിസേയൻ മാറി അയാൾ ഒരു ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ ഇയാളിൽ എന്തോരം വരദാനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കണ്ടുപിടുത്തം ഇതാണ്, നമ്മൾ വലിയ കരിസ്മാറ്റിക്കാരൊക്കെ ആണെങ്കിലും ഇപ്പോഴും നമ്മളിൽ ഒരു ഫരിസേയൻ കൊടികുത്തി വാഴുന്നു. ആ ഫരിസേയൻ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ സുവിശേഷത്തിൽ എവിടെയും കാണുന്ന ഒരു സീനാണ്, ഒരു ട്രയാങ്കുലർ സീൻ. ഈശോ എവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ടോ അവിടെ മുഴുവനും പാപികളും, അത് ചുങ്കക്കാരും വേശ്യകളും പാപികളും വരും. പക്ഷേ ഈശോന് അവരോടൊരു കുഴപ്പമില്ല. ഈശോയുടെ വലിയ സുഹൃത്തുക്കൾ അവരൊന്ന് ഇടയ്ക്കൊന്ന് തൊടണം. ഒരു പെണ്ണ് വന്ന് തലയിൽ അഭിഷേകം ചെയ്യണം ഈശോൻ്റെ. നമ്മളിവിടെ ആരെങ്കിലും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ച് ആകെ പിശാച് നമ്മുടെ പേരിൽ കയറുമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ പാപിനിയായ ഒരു വേശ്യ വന്നിട്ട് ഈശോൻ്റെ തലയിൽ എണ്ണ ഒഴിച്ചിട്ട് ഈശോനെ അഭിഷേകം ചെയ്തേക്കണമെന്ന്. എടാ, ഈശോന് ഞാൻ പാപിനിയിട്ട് നിന്ന് അഭിഷേകം കിട്ടണോ? ഈശോയ്ക്കൊരു കുഴപ്പമുണ്ടായില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ചില സൂചനകൾ അതിൽ കൂടി കൈമാറുന്നത് ശ്രദ്ധിച്ചോ ഇല്ലയോ? നമ്മൾ പറയും, ദേ നീ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിൻ്റെ അകത്തുള്ള പിശാചൊക്കെ എൻ്റെ അകത്ത് കയറും. അപ്പം നമ്മളുടെ അകത്ത് ആരുണ്ടെന്നാണ് വിചാരിച്ചേക്കണേ? നമ്മളൊരു പേട്ടത്തേങ്ങയാണെന്നാണ് വിചാരിച്ചേക്കണേ? ആവും പേട്ടത്തേക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കഴമ്പില്ല. വാസ്തവത്തിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കഴമ്പുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കരുത്. നീ എൻ്റെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കണ്ട, ദേ ആ നിലവിളക്ക് അവിടെ വെച്ചണ്ട, ആ പിശാചിക്ക് ആ സർപ്പക്കാവിൻ്റെ അടുത്ത് കൂടി പോകണ്ട, ആ വീട് അങ്ങോട്ട് കിഴക്കോട്ട് തിരിയരുത്. ഇങ്ങനെയൊക്കെയുള്ള പല സൂപ്പർസ്റ്റീഷ്യസ്, അതിനെന്താ മലയാളം സൂപ്പർസ്റ്റീഷ്യസ്, പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇടയിൽ കിടക്കുന്നു. ഇത് ഫരിസേയനേക്കാളും വലിയൊരു ദുസ്വഭാവമാണ്. പിശാച് ഭയങ്കരതാണ് കേട്ടോ. കർത്താവ് ചോദിച്ചാലും വരെ വെറുതെ വിട്ടിട്ടില്ല, പിന്നെയാണോ നമ്മളെ? അതുകൊണ്ട് ഭയങ്കര സംരക്ഷണ പ്രാർത്ഥനയൊക്കെ എടുത്തിട്ട് വേണം നീ ഇറങ്ങാൻ, അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കർത്താവ് ചോദിച്ചായുടെ ശക്തിയെ നമ്മൾ എന്തോരം കണ്ടുപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കി പിശാച് ആരാണെന്നും കർത്താവ് ആരാണെന്നും. പിശാച് ഒരു സൃഷ്ടി മാത്രമാണെന്നും കർത്താവ് സൃഷ്ടാവാണ്. ഞാനും പണ്ട് വലിയ സംരക്ഷണ പ്രാർത്ഥനയൊക്കെ എടുത്തിരുന്നാണ് ഒരു കാലഘട്ടത്തിൽ. പക്ഷേ പൂർണ്ണമായവ വന്നപ്പോൾ അപൂർണമായവ വിട്ടു. ഞാനങ്ങനെ ഭയങ്കര വീര്യത്തിൽ സംരക്ഷണ പ്രാർത്ഥന, തിരുരക്തം തളിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം കർത്താവ് പറയാണ്, നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ എന്താ സ്വീകരിക്കുന്നേ? ഞാൻ തിരുരക്തം തെളിക്കാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങളിത് വാങ്ങി പാനം ചെയ്യുവിൻ. അങ്ങനെ നീ എൻ്റെ രക്തം പാനം ചെയ്തിരിക്കുന്ന ഒരുവൻ എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് ലഭിച്ചത്? രക്തവും മാംസവും ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ലഭിച്ചു? നിനക്ക് എന്നെ മുഴുവൻ ലഭിച്ചു. അപ്പം ഞാൻ മുഴുവനായിട്ട് നിന്നെ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇനി നിന്റെ മേലെ ആരെങ്കിലും തെളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാകാൻ പോകണം. നമ്മൾ എല്ലാവരും തെളിക്കണു, വലിയ വലിയ അച്ഛന്മാർ തെളിക്കണു, ഇല്ലേ? അപ്പോൾ ഈ പറയണതിൻ്റെ അർത്ഥം എന്താ? ഇതാണ് പുതിയ കാര്യങ്ങൾ. പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായവ നമ്മൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെയാണ് ഈ പ്രാർത്ഥന ഉണ്ടായത്? എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇതൊരു കാത്തലിക് ഒറിജിനിൽ നിന്നല്ല ഇതുണ്ടായത്.
നമ്മളൊരു കത്തോലിക്കൻ തിരുരക്തം പാനം ചെയ്യുന്നവനാണ്. എന്നാൽ ആരാണ് തിരുരക്തം പാനം ചെയ്യാത്തവർ? പ്രൊട്ടസ്റ്റന്റുകാർക്ക് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമില്ലല്ലോ, അവർക്ക് കൂദാശയില്ലല്ലോ. അപ്പം അവർ തിരുരക്തം പഴയ നിയമത്തിലെ സോപ്പ് കൊണ്ട് തെളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച മാതിരി ആ കുഞ്ഞാടിൻ്റെ രക്തം തെളിച്ച മാതിരി തെളിക്കേണ്ട ഒന്നല്ല യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരിക അർത്ഥം യേശു തൻ്റെ ജീവൻ നമുക്കായി തന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പണ്ടും രക്തം തെളിച്ചിരുന്നത്? രക്തത്തിലാണ് ജീവൻ. എന്ത് ജീവിയുടെ ആയാലും എന്തിനും ജീവൻ നിലനിർത്തുന്നത് അതിലെ രക്തമാണ്. ആ രക്തം വാർന്ന് കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ രക്തമാണ് ജീവൻ നിലനിർത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. അത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് രക്തം തെളിക്കുന്ന ആ സമ്പ്രദായം ഉണ്ടായത്. യേശുവിലൂടെ വരാനിരിക്കുന്ന രക്തം കൊണ്ടുള്ള പാപമോചനത്തിൻ്റെ ഒരു സൂചന മാത്രമേ ആയിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ യേശു സ്വന്തം രക്തം നമുക്ക് പാനീയമായി നൽകിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവൻ നമുക്ക് നൽകി നമ്മളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും നമ്മളിൽ കുടികൊള്ളുകയും ചെയ്തിരിക്കുമ്പോൾ ഇനി രക്തം തെളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതങ്ങ് വിശ്വസിച്ചാൽ മതി നമ്മൾക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ രക്തം തെളിക്കാനൊക്കെ പ്രാർത്ഥിച്ചത്? പേടിയായിട്ടാ. എന്തായിട്ടാണ്? പേടിയായിട്ട്. ആരെ പേടിച്ചിട്ട്? പിശാചിനെ പേടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവല് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. അത് മാറി. ഞാൻ പിന്നെ രക്തം തെളിക്കുന്നില്ല, ഞാൻ എന്നിൽ എൻ്റെ കർത്താവുണ്ട്, എന്നെ സംരക്ഷിക്കുന്നവൻ്റെ കയ്യിലാണ് ഞാൻ. എന്നെ സംരക്ഷിക്കുന്നവൻ്റെ ഇത് നോക്കി. ഇതിപ്പോൾ നമ്മൾ കർത്താവ്, ഇത് നമ്മൾ ഓരോരുത്തരും നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്. കണ്ടോ? ആണോ ഇല്ലയോ? നമ്മളെവിടെയാണ്? എല്ലാവരും കണ്ടോ? ഇനി നമ്മളുടെ ബലഹീനത കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും നമ്മൾ വീണു. എവിടെ വീണേ? വീണതും കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾക്ക് നല്ല കഴിവും ആരോഗ്യവും വിശുദ്ധിയും ഉള്ളപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ് നിൽക്കുകയാണ് ഗമയിൽ. പക്ഷേ അതിന് ഇടയ്ക്ക് നമ്മൾ വീണപ്പോഴും നമ്മളെവിടെയാ? കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇവിടെ ആര് നമ്മൾ സംരക്ഷിക്കും? കർത്താവ് നമ്മൾ സംരക്ഷിക്കും. അപ്പം കർത്താവ് എന്ന് പറയുന്നത് നമ്മൾ നല്ല ആരായിരിക്കണ നേരത്ത് സംരക്ഷിക്കുകയും നമ്മൾ ചീത്ത ആയിരിക്കണ നേരത്ത് ഗെറ്റ് ഔട്ട് അടിക്കണ ഒരു പരിപാടി അല്ല കർത്താവിൻ്റെ. നമ്മളുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനാണോ നമുക്കുള്ളത്? നമ്മുടെ ബലഹീനത അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം അവൻ്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും അവൻ നമ്മളെ സ്നേഹിക്കുന്നു. ഇപ്പം നമ്മുടെ ഒരു കൊച്ചുമോൻ മുറ്റത്ത് കളിക്കുകയാണെന്ന് വിചാരിക്കാം. കണ്ടോ? നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്ന് കൈവീശി കാണിച്ച് പ്രൈസ് ദ ലോർഡ്. ഒരു പാട്ട് പാടാൻ വല്ല വകുപ്പുണ്ടോ? നമ്മുടെ കൊച്ചുമോൻ മുറ്റത്ത് കളിക്കുമ്പോൾ ആ ഒരു പട്ടി അവനെ ആക്രമിക്കാൻ വരണം. നമ്മൾ നോക്കി, അവൻ സംരക്ഷണ പ്രാർത്ഥന എടുത്തിട്ടില്ല, അതുകൊണ്ട് അവനെ രക്ഷിക്കണം എന്ന് മടിച്ച് നിൽക്കുമോ? നമ്മളാരെങ്കിലും മടിച്ച് നിൽക്കുമോ? അതോ അവനെ പോയി വാരി എടുക്കുമോ? അപ്പോൾ എന്താണ് ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയേക്കണത്? നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയേക്കുന്നത്? കരുണാനിധിയായ വാത്സല്യം നിറഞ്ഞ പിതാവ് നമ്മൾക്കൊരു അപകടമുണ്ടെന്നറിഞ്ഞാൽ അവൻ സംരക്ഷണ പ്രാർത്ഥന എടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണ ഒരാളാണോ അതോ നമ്മളെ കോരിയെടുക്കുന്ന കർത്താവാണ്? അതാണ്. അപ്പോൾ നമുക്കുണ്ടാകേണ്ട ചില പുതിയ ബോധ്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പം ആരോ ഉള്ളിൽ ചിന്തിക്കണം ഇങ്ങനെയാണ്, ഈ തോമസ് ബോൾ ഇങ്ങനെയൊക്കെ പറയൂ കേട്ടോ, വെറുതെ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ സംരക്ഷണ പ്രാർത്ഥനയ്ക്ക് എടുത്തിട്ട് കാര്യം ഇതാണ്.
വലിയ വലിയ അച്ഛന്മാരൊക്കെ അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തോമസ് പോൾ ബ്രദർ പറയണമെന്നും കേൾക്കണ്ട. ആര് പറയണത് കേട്ടാൽ മതി? പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തോട് പ്രാർത്ഥിക്കും. ഓ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ഞാൻ എന്ത് ചെയ്യണം? ഈ വരദാനങ്ങളുടെ കുറിച്ച് ഈശോ പറഞ്ഞപ്പോഴെല്ലാം ആദ്യം കൊടുത്തേക്കുന്നത് പിശാചിനെ ബഹിഷ്കരിക്കുന്ന വരവാണ്, ഇല്ലേ? പിശാചിനെ ബഹിഷ്കരിക്കുന്ന വരവാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളമുണ്ടാകും. എന്തായിരിക്കും അടയാളം? അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അതൊക്കെ വെറും കുട്ടി പിശാചിൻ്റെ കാര്യം എഴുതിയേക്കണത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കണത് എന്താ? അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞ് വഴിയിൽ പോണ പാമ്പിനെയൊക്കെ കയ്യിലെടുക്കാനല്ല അവിടെ പറയുന്നതിൻ്റെ അർത്ഥം. വലിയ വലിയ പിശാചുക്കളെ അവർ കയ്യിലെടുക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പം ആദ്യം തന്നെ പറഞ്ഞേക്കണത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനാണ്. അപ്പോൾ ഈ വരം നമുക്കൊന്ന് പ്രയോഗിച്ച് നോക്കാം. എങ്ങനെ ഇത് പഠിപ്പിക്കണം? നിങ്ങൾക്ക് ഈ വരം വേണോ? ഈ വരം ഉണ്ട് നമ്മളുടെ അടുത്ത്. വിശ്വസിക്കുന്ന എല്ലാവരിലും പിശാചുക്കളെ ബഹിഷ്കരിക്കണ വരമുണ്ട്. പക്ഷേ ഇതൊരു പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഞാനൊരു പിശാചിനെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. വിടട്ടെ? പിശാചിനെ നിങ്ങളുടെ അടുത്തേക്ക് വിട്ട് കഴിയുമ്പോഴല്ലേ നിങ്ങൾക്ക് ഈ വരമുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. വിടട്ടെ? വിടട്ടെ? വിട്ടോട്ടെ? നല്ല കാര്യം. അപ്പം ഇന്ന് രാത്രി പിശാച് വന്ന് നിങ്ങളുടെ കുരക്കിന് ഞെക്കും. അപ്പം നിങ്ങൾ എന്ത് പറയും പിശാചിനോട്? യേശുവിൻ്റെ നാമത്തിൽ ദൂരെ പോകുക. കാരണം കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ പിശാച് അങ്ങ് പോവും. പക്ഷെ അതൊന്നും പരീക്ഷിച്ചറിയണ്ടേ? അറിയണത് ഇങ്ങനെയാ. പിശാച് വന്ന് ഇന്ന് നിങ്ങളുടെ കുരക്കിന് പിടിക്കും. അത് പരിശുദ്ധാത്മാവാണ് അയക്കണത്. എന്തിനാണ്? നിങ്ങൾക്ക് ഈ ട്രെയിനിങ് കിട്ടാൻ വേണ്ടി. ഒരു പ്രാവശ്യം പിശാച് നിങ്ങളുടെ കുരക്കിന് പിടിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പ്രയാസമാവും. അപ്പോഴാണ് ഓർക്കണം, അയ്യോ കർത്താവ് പറഞ്ഞിട്ടുള്ളതാണല്ലോ, നമ്മൾ ക്രിസ്ത്യാനിക്ക് വരവുള്ളതാണ് പിശാചിനെ ബഹിഷ്കരിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ പിശാച് ദൂരെ പോവുക. പിശാച് പോയി. പ്രൈസ് ദി ലോർഡ്. സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലേ? പിന്നെ അടുത്ത ദിവസം കുറച്ചും കൂടി വലിയ പിശാചിനെ നമ്മുടെ അടുത്തേക്ക് വിടും. കുറച്ചും കൂടി വലിയ പിശാചിനെ. അങ്ങനെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന വരം നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിൽ ഈ പിശാചിൻ്റെ പ്രവർത്തനത്തെ കർത്താവ് കാണിച്ചു തരികയും ആ പ്രവർത്തനത്തിൻ്റെ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിൽ അധികവും പേര് പിശാചുക്കളെ ബഹിഷ്കരിക്കാനായിട്ട് കർത്താവ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെ പറയുമ്പോൾ ക്ഷമിക്കണം കേട്ടോ. കർത്താവ് ഒരു വചനം പറഞ്ഞേക്കണത്, അന്ധരെ വഴി നടത്തിയാൽ ഇരുകൂട്ടരും കുഴിയിൽ വീഴും. അതായത് ഈ പിശാചിൻ്റെ ശക്തിയാണ്, ഇത്രയും വലിയ ശക്തിയാണെന്നും പറഞ്ഞ് സംരക്ഷണ പ്രാർത്ഥന എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്ത് പിശാചിനെ അയക്കാനാ? ബോധ്യങ്ങൾ തലകീഴ് മറിയുന്നുണ്ടോ? ബോധ്യങ്ങൾ തലകീഴ് മറിയണം. സംരക്ഷണ പ്രാർത്ഥന എടുക്കണവരെല്ലാം പിശാചിനെ പേടിച്ചിട്ട് എടുക്കണതാണ്. അവരുടെ അടുത്തൊന്നും വലിയ പിശാചിനൊന്നും അയക്കില്ല. മറിച്ച് കർത്താവ് ഈശോ മിശിഹ എൻ്റെ കൂടെ വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എൻ്റെ ഓരോ കോശങ്ങളിലും ക്രിസ്തു വസിക്കുന്നു, ഞാൻ മറ്റൊരു ക്രിസ്തുവാണ്. മനസ്സിലായോ? ഈ ബോധ്യമുള്ളവരെന്ന് കരമുയർത്തിയേ. ഞാൻ മറ്റൊരു ക്രിസ്തുവാണ്. എന്നെ തൊടാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു പിശാചിനും സാധ്യമല്ല. Praise the Lord. Hallelujah. 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 സർവാധിപനാം കർത്താവേ, ഈശോനാഥാവിനെ
സർവാധിപനായ കർത്താവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. നമ്മൾ ചില്ലറക്കാരൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ബോധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ആണ് വരദാനങ്ങളെല്ലാം പ്രവർത്തിക്കും. വരദാനങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലും പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ഈ ഭയപ്പെടുത്തുന്ന കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്ന ഒരു ഫരിസേയൻ നമ്മളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ് എന്തൊക്കെയാണ് ഈ ഫരിസേയ സ്വഭാവങ്ങൾ. അതിപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും വിശുദ്ധ കുർബാനയിലാണ് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. കുമ്പസാരത്തിലും വിശുദ്ധ കുർബാനയിലും വെള്ളം വീഞ്ഞാകുന്ന പോലെ ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. നമുക്കിത് മാറ്റാൻ പറ്റില്ല. കർത്താവ് എന്തിനാണ് വെള്ളം വീഞ്ഞാക്കിയത്? അവിടെ ഉള്ളവരെ വീഞ്ഞ് കുടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വെള്ളം വീഞ്ഞാക്കിയതിലൂടെ കർത്താവ് കാണിക്കുന്നത് സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ അടയാളം. വെള്ളം എന്ന സൃഷ്ടിയെ ഈശോ രൂപാന്തരപ്പെടുത്തി വെള്ളം എന്തായി മാറി? വീഞ്ഞായി മാറി. ഈ വെള്ളത്തിൽ നിന്ന് എങ്ങനെ വീഞ്ഞുണ്ടാക്കണേ? വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ഓക്സിജനും ഹൈഡ്രജനുമാണ്, H2O. വീഞ്ഞിൻ്റെ മോളിക്യൂൾസ് എന്താണെന്നറിയോ? CH3CH2OH ആണ് വീഞ്ഞിൻ്റെ മോളിക്യൂൾസ്. എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോളാണ്. H2Oയിൽ നിന്നും CH3CH2OH എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ ദൈവം വന്നിരിക്കുന്നത് ഒരു സൃഷ്ടിയെ അതിൻ്റെ സത്ത രൂപാന്തരീകരിച്ചുകൊണ്ട് മറ്റൊരു സൃഷ്ടിയായി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകുക, പുതിയ സൃഷ്ടിയാകുക എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം. ഉറക്കം പറ്റുന്നുണ്ട്? ഒന്ന് കൈവീശി കാണിച്ച്. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. എന്ന് പറഞ്ഞ എല്ലാവരും പുതിയ എന്നതാണ്. ഒന്നുകൂടി ശബ്ദമുയർത്തി. ഇതാരാക്കും? വെള്ളത്തിന് തന്നെ മാറ്റാൻ പറ്റുമോ? ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമോ? സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് എല്ലാ കൂദാശകളിലും. ഈ കൂദാശയിൽ നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും മീനും രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ ശരീരരക്തമാകുന്നതോടൊപ്പം സമർപ്പിക്കപ്പെടുന്ന നമ്മളിലുള്ള പഴയ മനുഷ്യനെയും രൂപാന്തരപ്പെടും. അതാണ് വാസ്തവത്തിൽ കരിസ്മാറ്റിക് നവീകരണം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മളിലുള്ള ഫരിസേയനും പാപിയും രൂപാന്തരപ്പെട്ട് യേശുവിൻ്റെ സാദൃശ്യമുള്ള ഒരു പുതിയ സൃഷ്ടിയായി മാറും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, യേശുവിൻ്റെ കൂടെ അനേകം പാപികൾ വന്നു. അതാണ് രണ്ട് വശം. ഇനി മറ്റൊരു വശത്ത് അനേകം പരിസയരും നിയമജ്ഞരും അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവനെ വിമർശിച്ചുകൊണ്ട് ഇരുന്നു. നമ്മൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ചിത്രം കാണാം. പക്ഷെ അന്നൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്ക് എതിർ പാർട്ടിയാണ്. ആരാ എൻ്റെ കൂടെ അല്ലാത്തവൻ? പണ്ടെല്ലാം ഞാൻ പറഞ്ഞിരുന്നത് നമ്മളുടെ പാപാവസ്ഥയെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, പാപി യേശുവിൻ്റെ കൂടെയാണ്. യേശുവിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ പാപിയെ കൊണ്ട്? ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഈശോ വന്നിരിക്കുന്നത് അവരുടെ പാപത്തിനെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ യേശുവിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ആരാണ്? പരിസേയരാണ്. അവരെക്കുറിച്ചാണ് ഈശോ പറയുന്നത്, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുന്നു.
ഈ കുറേ നാൾ മുമ്പ് ഒരു 5 വർഷത്തോളമായിട്ടുള്ളൂ എനിക്ക് ഈ ബോധ്യം മനസ്സിലായത്. അതായത് എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്, എൻ്റെ ഉള്ളിലൊരു പാപിയുമുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല അവർ തമ്മിൽ. പക്ഷേ എൻ്റെ ഉള്ളിൽ വലിയ ഒരു ഫരിസേയനുണ്ട്, പ്രത്യേകിച്ച് ധ്യാനിപ്പിക്കണ എൻ്റെ ഉള്ളിൽ. കാരണം ഞാൻ എല്ലാവരുടെയും കുറ്റം എന്താണെന്ന് അന്വേഷിച്ച് നടക്കണമായിരിക്കുക. എന്നാൽ കർത്താവ് അങ്ങനെ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. നീ സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിലൂടെ വന്നിരിക്കുന്ന ഈ പുതിയ വാർത്ത പ്രഘോഷിക്കുക. ആരെന്ത് ചെയ്തു, അവൻ എന്ത് തെറ്റ് ചെയ്തു, അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ കർത്താവ് ചെയ്തോ വല്ലതും? അതാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്. 42-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം വചനങ്ങളിൽ പറയുന്നത്, അന്ധരേ കാണുവിൻ, ബധിരരെ കേൾക്കുവിൻ. എൻ്റെ ദാസനെ പോലെ അന്ധനായ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ ബധിരനായ ആരുണ്ട്? അവൻ അന്ധരായി പോയ അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല, അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, അവൻ പുകഞ്ഞ തിരി കെടുത്തി. ഇതാരെക്കുറിച്ചാണ് യെശയ്യായിൽ പ്രവചിക്കുന്നത്? യേശുവിനെ കുറിച്ചാണ്. കുറച്ചു നേരം മുമ്പ് നമ്മൾ സങ്കീർത്തനത്തിലെ യേശുവിനെയാണ് കണ്ടിരുന്നത്. യെശയ്യായിൽ മുഴുവനും യേശുവാണ്. യെശയ്യായിൽ യേശുവിനെ കുറിച്ചും വരാനിരിക്കുന്ന, അതുകൊണ്ടാണ് യെശയ്യാ 5-ാമത്തെ ഗോസ്പൽ എന്നാണ് പലരും പറയാറുള്ളത്. യെശയ്യാ 5-ാമത്തെ ഗോസ്പൽ. ഈശോ പറയുന്ന സകല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ യെശയ്യായിലെ വചനത്തിൻ്റെ ഒരു പൂർത്തീകരണം പോലെയാണ്. ഒന്ന് വായിച്ചെല്ലാവരും 42:18 മുതൽ 19-ഉം 20-ഉം 21-ഒക്കെ ഒന്ന് വായിച്ചേ. ബധിരരെ കേൾക്കുവിൻ, ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എന്റെ ദാസനല്ലാതെ, എന്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരനാരുണ്ട്? ബധിരനാരുണ്ട്? എന്റെ വിശ്വസ്തനെ പോലെ, എന്റെ വിശ്വസ്തനെ പോലെ, കർത്താവിന്റെ ദാസനെ പോലെ, കർത്താവിന്റെ ദാസനെ പോലെ കുരുടനായി കുരുടനായ ആരുണ്ട്? തുറന്നോ. അവൻ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. കർത്താവിന്റെ നീതി, കർത്താവ് തന്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാനും മഹത്വപ്പെടുത്താനും പ്രീതി കാണിച്ചു. ഇതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് കർത്താവ് തൻ്റെ നീതിയെ പ്രതി നിയമത്തെ ഉത്കൃഷ്ടമാക്കാൻ പ്രീതി കാണിച്ചു. അത് ഇപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ 3-ാം ദിവസം മനസ്സിലായേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈശോ വന്നിട്ട് ഒരു മനുഷ്യൻ്റെയും പാപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് നീ ചെയ്യണത് തെറ്റാണ്, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ വല്ലതും പറഞ്ഞോ? അവൻ അത്രയ്ക്ക് കരുണയാണ്. മനുഷ്യൻ്റെ തെറ്റുകൾ അവൻ കാണുന്നില്ല. നമ്മളെ മലങ്കരയല്ല, നമ്മുടെ ലത്തീൻ കുർബാനയിലൊരു പ്രാർത്ഥന ഇതാണ്: കർത്താവേ, അങ്ങയുടെ ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്ക് സമാധാനം നൽകണേ. കർത്താവ് ഈശോ മിശിഹ ആരുടെയും പാപത്തെ നോക്കി എണ്ണിയിട്ടില്ല. ഇതാണ് സദ്വാർത്ത എന്ന് പറയുന്നത്. സദ്വാർത്ത ഇതാണ് യഥാർത്ഥത്തിൽ ക്രിസ്റ്റോസെൻട്രിക് എന്ന് പറയുന്നത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വരുമ്പോൾ യെശയ്യാ പറയുകയാണ്, 42 മുതൽ 53 വരെയുള്ള അധ്യായങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് യെശയ്യാ പറയുന്നത്. പഴയ നിയമത്തിലെ
പ്രവാചകന്മാരും മോശയും എല്ലാം ഈ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ തന്നെ പറയുകയാണ്, പ്രവാചകന്മാരും നിയമവും യോഹന്നാൻ വരെയേ ഉള്ളൂ. അപ്പോൾ യോഹന്നാന് ശേഷം പിന്നെ എന്തുണ്ടാവും? യോഹന്നാന് ശേഷം പിന്നെ ആരാ? യേശുവാണ്. അപ്പോൾ ഈ ബൈബിളിൻ്റെ ഒരു ക്രോണോളജിക്കൽ ആസ്പെക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൻ്റെ സംഭവിച്ചതെല്ലാം ഈ വരാനിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ്, അതിൻ്റെ ഒരു ചിത്രമാണ്. അതല്ല ഇന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പൂർണ്ണമായവ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ ഈയിടെ എല്ലാം കല്യാണ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ചെറുക്കൻ അമേരിക്കയിലാണ്, പെണ്ണിവിടെ ബാംഗ്ലൂരോ ബോംബെയിലോ ഒക്കെയാണ്, മാതാപിതാക്കൾ നമ്മുടെ നാട്ടിൻ പുറത്തും. എങ്ങനെ ഒരു കല്യാണം ഒപ്പിക്കും ഇപ്പം? അപ്പോൾ എന്ത് ചെയ്യും? അവരോട് പറയും, നിങ്ങൾ ഇൻ്റർനെറ്റിലും സ്കൈപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ പെണ്ണ് കാണും. അപ്പോൾ ചെറുക്കൻ സ്കൈപ്പിൽ വന്നു കണ്ടു, പെണ്ണ് സ്കൈപ്പിൽ വന്നു കണ്ടു, മനസ്സിലായല്ലോ, കമ്പ്യൂട്ടറിലൂടെ കണ്ടു, അവർക്ക് ഇഷ്ടമായി. അവർക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയിപ്പോൾ മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ ചെറുക്കന് 1 വർഷം കഴിഞ്ഞാലേ ലീവുള്ളൂ. അപ്പം മാതാപിതാക്കൾ എന്ത് തീരുമാനിച്ചു? നമുക്ക് കല്യാണം ഉറപ്പിക്കാം. ചെറുക്കൻ അവൻ്റെ നല്ല പടങ്ങളൊക്കെ അയച്ചു വന്നു. ഇവിടെ നമ്മൾ വീട്ടുകാർ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, മിടുക്കനാണ്, അവൻ്റെ പൊക്കവും ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പെൺകൊച്ചുമായിട്ട് മാച്ചായി പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവൻ്റെ പടം കിട്ടാനുള്ള ആഗ്രഹമാണ്. ഇവൻ്റെ പെണ്ണിനാണെങ്കിൽ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പടമൊക്കെ ചില്ലിട്ട് നമ്മൾ വെച്ച് എന്നിട്ട് വരുമ്പോൾ എല്ലാവരെയും കാശ്, ഇവനാണ് വരാൻ പോണ ചെറുക്കൻ, ഇവനാണ് വരാൻ പോണ ചെറുക്കൻ, ഇവനാണ് നമ്മുടെ വരാൻ പോണ. അവനെന്തുണ്ട്, അവൻ്റെ കാര്യങ്ങളൊക്കെ, അവൻ എവിടത്തുകാരനാണ്, അവൻ നസ്രായനെന്ന് വിളിക്കപ്പെടും, അവൻ്റെ പേര് മാറ്റും. ഇങ്ങനെ പല